ഫുട്ബോൾ ലോകത്തെ ഒന്നിച്ചു നിർത്തുന്ന കളിയെന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലേക്കാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് കിക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ വേദി അമേരിക്കയാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. പക്ഷേ കളി ഉണരും മുൻപേ അവിടെ നിന്നുയരുന്നത് കടുത്ത വംശീയതയുടെയും പക്ഷാപാതത്തിൻ്റെയും വാർത്തകളാണ് കേട്ടോ. ഒരു വശത്ത് അമേരിക്കയുടെ കടുത്ത വംശീയവറി, മറുവശത്ത് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന ഫിഫ എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ ഗുരുതരമായ പരാജയം. അമേരിക്കൻ മണ്ണിലേക്കെത്തിയ പല ഏഷ്യൻ ആഫ്രിക്കൻ താരങ്ങളോടും അവർ വിമാനത്താവളത്തിൽ പെരുമാറിയത് ക്രിമിനലുകളെ പോലെയാണ് കേട്ടോ. ഇറാഖിന്റെ സൂപ്പർ സ്ട്രൈക്കർ ഐമൻ ഹുസൈനെ മണിക്കൂറുകളോളമാണ് അമേരിക്ക തടഞ്ഞു വെച്ചത്. എന്തിന്? അയാളുടെ ഫോൺ വരെ കസ്റ്റംസ് പരിശോധിക്കപ്പെട്ടു. ഇറാഖി ടീമിന്റെ ഫോട്ടോഗ്രാഫർ തലാൻ സലാഹയെ 10 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം വിസ നിഷേധിച്ച് തിരിച്ചയക്കുകയായിരുന്നു. ഇവിടെയും തീരുന്നില്ല കേട്ടോ അമേരിക്കയുടെ ക്രൂരതകൾ. സെനഗൽ, ഉസ്ബെക്കിസ്ഥാൻ ടീമുകളെ അമേരിക്ക വരവേറ്റത് ബോംബ് സ്ക്വാഡിലെ നായകളെ ഉപയോഗിച്ചാണ്. അവരെ നഗ്ന പരിശോധനയ്ക്കും വിമാനത്താവളത്തിൽ അമേരിക്ക വിധേയമാക്കിയിരുന്നു. അതേസമയം വെള്ളക്കാരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾക്ക് ഇതൊന്നും ബാധകമായിരുന്നില്ല. കറുത്ത വർഗ്ഗക്കാരും ഏഷ്യക്കാരുമായ താരങ്ങളെ സംശയ നിഴലിൽ നിർത്തുന്ന കടുത്ത വംശീയ വിദ്വേഷമാണ് അമേരിക്കയെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഏറ്റവും നാണക്കേടുണ്ടാക്കിയ സംഭവം മറ്റൊന്നാണ് കേട്ടോ. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും US വിസയുമുള്ള ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച റഫറിയായ ഒമർ അബ്ദുൽ ഖാദർ ആർട്ടിന് അമേരിക്കയിലേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു. വേൾഡ് കപ്പ് നിയന്ത്രിക്കാൻ ഫിഫ തന്നെ തിരഞ്ഞെടുത്ത റഫറിയെയാണ് അമേരിക്ക തിരിച്ചയച്ചത്. ഇതിനെതിരെ ചെറുവിരൽ പോലും ഫിഫ അനക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇറാൻ ടീമിനും അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനും വിസ നിഷേധിച്ചതു കാരണം മത്സര ദിവസങ്ങൾ മാത്രമാണ് US അവർക്ക് പ്രവേശിക്കാനുള്ള അനുമതിയുള്ളത്. അവർ താമസിക്കുന്നതാകട്ടെ മെക്സിക്കോയിലുമാണ്. താരങ്ങളോട് ഇതാണെങ്കിൽ ആരാധകരുടെ കാര്യം നാം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 90% മൊറോക്കൻ ആരാധകർക്കും വിസ നിഷേധിക്കപ്പെട്ടു. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ടിക്കറ്റ് നിരക്കുകളാണ് ഇത്തവണ അമേരിക്കയിൽ നടക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിനുള്ളത്. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിന് $120 നൽകണം. ട്രെയിൻ ചാർജുകൾ പോലും മത്സര ദിവസങ്ങളിൽ കുത്തനെ കൂട്ടിയിരിക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിനെതിരെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞ മാധ്യമങ്ങളൊന്നും അമേരിക്കയിലെ ഈ വംശീയ ക്രൂരതകൾ കാണുന്നില്ല എന്നതാണ് മറ്റൊരത്ഭുതം. രാജ്യങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യരെ ചേർത്തു വെക്കേണ്ടുന്ന ഒന്നാണ് ഫുട്ബോളും അതുമായി ബന്ധപ്പെട്ട ലോകകപ്പും. പക്ഷേ ഇന്ന് അമേരിക്കയുടെ രാഷ്ട്രീയ പകപോക്കലിനും വംശീയ അധിക്ഷേപങ്ങൾക്കുമുള്ള വേദിയായി അത് മാറിയിരിക്കുന്നു. വിസ നടപടികളിൽ ഇടപെടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ഫിഫയുടെ സമ്പൂർണ്ണ പരാജയമാണെന്ന് തന്നെ നാം തറപ്പിച്ചു പറയേണ്ടി വരും.